വെൽക്കം ടു കുക്ക് ആൻഡ് ട്രാവൽ ബൈ സീന ആൻഡ് ചന്ദ്രകുമാർ. ഇന്ന് പുതിയൊരു ടോപ്പിക്കും ആയിട്ടാണ് വരുന്നത്. ഇന്നത്തെ വിഷയം ടാരോ ആൻഡ് ടാരോ ലീവ്സ് അഥവാ ചേമ്പും ചേമ്പിൻ്റെ ഇലയും. ഈ വീഡിയോയിൽ ചേമ്പിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് എൻ്റെ അറിവ് പങ്കുവയ്ക്കുകയാണ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ഐക്കണിൽ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ആർക്കും വേണ്ടാതെ പറമ്പുകളിൽ കിടക്കുന്ന ചേമ്പിലേക്ക് വരാം. എല്ലാവർക്കും ചേമ്പിൻ്റെ ഗുണങ്ങളെക്കുറിച്ചറിയാൻ ധൃതിയായി അല്ലേ? ഏഷ്യയിൽ ജനിച്ച് ലോകം മുഴുവൻ പടർന്നു കിടക്കുന്ന ഒരു കിഴങ്ങ് വർഗമാണ് ചേമ്പ്. കൊളോക്കേഷ്യ എസ്കുലൻഡ എന്നാണ് അതിൻ്റെ ശാസ്ത്രനാമം. ഇളം പച്ചയിലും കടും പച്ചയിലുമായി ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള ഇലകളാണ് ചേമ്പിലയുടെ ആകർഷണം. കുട്ടിക്കാലത്ത് മഴ കൊള്ളാതിരിക്കാൻ ചേമ്പില തലയിൽ പിടിച്ച് പോയതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ലേ? വെള്ളത്തുള്ളികൾ ചെടിയിൽ നിൽക്കാതെ തെറിച്ചു പോകുന്നതൊക്കെ വല്ലാത്തൊരു നോസ്റ്റാൾജിക് ഫീലിംഗ് ആണ് അല്ലേ? ഈ കൊറോണ കാലത്ത് ചേമ്പിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ കണ്ടെത്തൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ചേമ്പ് കൊണ്ടും ചേമ്പില കൊണ്ടും കഴിയുമെന്നാണ്. വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് കിഴങ്ങും ഇലയും കഴിച്ചാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് വിദഗ്ധ പഠനം. അതുപോലെ തന്നെ വിറ്റാമിൻ എ, വിറ്റാമിൻ സി, പൊട്ടാഷ്യം, കോപ്പർ, മഗ്നീഷ്യം തുടങ്ങി ധാരാളം മൂലകങ്ങളും പോഷകങ്ങളും അടങ്ങിയിട്ടുള്ളതാണ് ചേമ്പും ചേമ്പിലയും. ഒരു 50 ഗ്രാം ചേമ്പ് ദിവസവും കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ് പുതിയ കണ്ടെത്തൽ. ഒരു പ്രത്യേക തരം സ്റ്റാർച്ച് ചേമ്പിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അതാണ് ബ്ലഡ് ഷുഗറിനെ കൺട്രോൾ ചെയ്യുന്നത്. ചേമ്പിലയിൽ 95% ജലാംശമാണ് അടങ്ങിയിട്ടുള്ളത്. ചേമ്പില പാചകം ചെയ്ത് തുടർച്ചയായി കഴിക്കുകയാണെങ്കിൽ അമിതഭാരമുള്ളവരുടെ ഭാരം നിയന്ത്രണത്തിലാവുന്നത് കാണാം. അമിതഭാരമുള്ളവർ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ. ചേമ്പില നിങ്ങളെ സഹായിച്ചേക്കാം. പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഒരു വശത്ത് ചേമ്പിനെ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിലും പാചകം ചെയ്യാത്ത ചേമ്പും ഇലയും വിഷം നിറഞ്ഞതാണ്. ഒരു കാരണവശാലും നിങ്ങൾ 30 മിനിറ്റെങ്കിലും പാചകം ചെയ്യാതെ ഉപയോഗിക്കാൻ പാടില്ല. ചേമ്പായാലും ഇലയായാലും തലേന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ച് പിറ്റേന്ന് പാചകം ചെയ്യുന്നതാണ് നല്ലത്. ശരീരത്തിലെ ഫ്രീ റാഡിക്കൽസിനെ നശിപ്പിക്കാൻ കഴിവുള്ള പ്രധാനപ്പെട്ട ആൻറ്റി ഓക്സിഡൻറ്റുകളായ വിറ്റാമിൻ സി, പോളിഫിനോൾസ് തുടങ്ങിയവ ചേമ്പിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഡാർക്ക് ലീഫി ഗ്രീൻസ് കാറ്റഗറിയിൽ വരുന്ന ചേമ്പിലയ്ക്കും ചേമ്പിനും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ നിയന്ത്രിക്കാനുള്ള കഴിവ് കണ്ടെത്തിയിട്ടുണ്ട്. 10 ഗ്രാം ചേമ്പ് ദിവസവും കഴിക്കുന്നൊരു വ്യക്തിക്ക് ഹൃദയ സംബന്ധമായ രോഗം വന്ന് മരിക്കാനുള്ള ചാൻസ് 15% കുറയുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഹൃദയ സംബന്ധമായ രോഗികളുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾക്ക് മറ്റു ട്രീറ്റ്മെൻറ്റുകളുടെ കൂടെ ചേമ്പും ചേമ്പിൻ്റെ ഇലയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. കുറഞ്ഞ കലോറിയും കൂടുതൽ നാരും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ചേമ്പ് വിഭവങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് ഏറ്റവും ഗുണം ചെയ്യുമെന്നത് ഉറപ്പാണ്. ഇന്ത്യ, ഫിലിപ്പൈൻസ് തുടങ്ങിയ രാജ്യത്തിൽ തങ്ങളുടെ ഭക്ഷണ വിഭവങ്ങളിൽ ചേമ്പിനൊരു പ്രധാനപ്പെട്ട സ്ഥാനം തന്നെയുണ്ട്. കറികളിലും സൂപ്പിലും സ്റ്റൂവിലുമൊക്കെയായി ചേമ്പും ചേമ്പിലയും കൊണ്ട് ധാരാളം വിഭവങ്ങൾ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്.
പോളിഫിനോൾസ് എന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ കഴിവുണ്ടെന്ന് ചില പഠനങ്ങൾ തെളിയിക്കുന്നു. അതായത് ചേമ്പിലും ഇലയിലും ധാരാളം പോളിഫിനോൾസ് അടങ്ങിയിട്ടുണ്ടെന്നാണ് സാരം. അപ്പോൾ നിങ്ങൾക്ക് ചേമ്പിൻ്റെ വലിയൊരു മഹത്വം മനസ്സിലായില്ലേ? ബ്രസ്റ്റ് ക്യാൻസറിനെയും പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെയും പ്രതിരോധിക്കാൻ ചേമ്പിനെ കൊണ്ട് കഴിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കേണ്ടി വരുന്ന കാലം വിദൂരമല്ല. പക്ഷേ ഇപ്പോൾ ആധികാരികമായ ഒരു പഠനമൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല. കൂടുതൽ പഠനങ്ങൾ നടത്തി ചേമ്പിൻ്റെ മഹത്വം തെളിയിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ബ്രെയിനിൻ്റെയും ഞരമ്പിൻ്റെയും വളർച്ചയ്ക്ക് ഏറ്റവും ഉത്തമമായത് ഫോളേറ്റ് ആസിഡാണ്. ഇതും ചേമ്പിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതൊന്നും നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ലെന്ന് മാത്രം. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും വേണ്ടത് വിറ്റാമിൻ എയും വിറ്റാമിൻ സിയുമാണ്. ഇവ രണ്ടും ചേമ്പിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ കൊളസ്ട്രോൾ കുറയ്ക്കാനും ചേമ്പും ചേമ്പിലയും ഏറ്റവും നല്ലതാണ്. അപ്പോൾ മനസ്സിലായില്ലേ? ചേമ്പിൻ്റെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരില്ല. ഇനിയും പറയാം. ആർഗിനൈൻ അമിനോ ആസിഡ്, അതാണ് പുരുഷന്മാരുടെ സ്പേം കൗണ്ട് കൂട്ടാൻ ഏറ്റവും അനിവാര്യമാണ്. ഈ അമീനോ ആസിഡും ധാരാളം അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ചേമ്പിൽ. വളരെ വിദഗ്ധമായ പഠനങ്ങൾ ആവശ്യമായി വന്നിരിക്കുകയാണ്. ചേമ്പിൻ്റെ ഗുണഗണങ്ങൾ പറഞ്ഞ് ഞാൻ നിങ്ങളെ കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല. 1-2 കാര്യങ്ങൾ കൂടി പറയാം. ചർമ്മകാന്തി വർദ്ധിപ്പിക്കാനും ചർമ്മത്തിലെ ചുളിവ് മാറ്റാനും ചേമ്പിനെ കൊണ്ട് കഴിയുമെന്ന് പറഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടുകയൊന്നും വേണ്ട. പിന്നെ അവസാനമായി ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇന്നത്തെ ഹോട്ടൽ ഭക്ഷണം കാരണം അധികം പേർക്കും തങ്ങളുടെ വയർ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. വയറിൽ കെട്ടിക്കിടക്കുന്ന ദഹിക്കാത്ത ഭക്ഷണാവശിഷ്ടങ്ങളെ തുരത്താൻ കഴിവുള്ള നല്ല ബാക്ടീരിയയെ ഉൽപ്പാദിപ്പിക്കാനും വയർ ശുദ്ധീകരിക്കാനും ചേമ്പിനെ കൊണ്ട് കഴിയുമെന്നാണ് വിദഗ്ധ പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇനിയും വൈകിപ്പിക്കണ്ട. നിങ്ങൾ ഓരോരുത്തരും തങ്ങളുടെ പറമ്പിലെ ചേമ്പ് കൊണ്ടും ഇലകൾ കൊണ്ടും ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കി തങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞ അത്ര മഹത്വമൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലെങ്കിലും നല്ല രുചിയുള്ള വിഭവങ്ങൾ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. സൈനിങ് ഓഫ് സീന ചന്ദ്രകുമാർ.